DS ലൈഷോർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കമ്മൽ മേക്കിംഗ് വീഡിയോ ആണ്. കമ്മൽ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ചുമ്മാ കുറേ ആയാലും ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ബോറടിക്കുന്ന വീട്ടിൽ തന്നെ ഇരുന്ന് ഈ വെയിൽ ടൈമിൽ വെളിയിലൊന്നും പോകാൻ പറ്റില്ല. ആദ്യം തന്നെ നമുക്ക് ഒരു റൗണ്ട് ഇടാം. റൗണ്ട് കറക്റ്റാണോ ഇല്ലയോ എന്നൊന്ന് നോക്കി കറക്റ്റ് റൗണ്ട് ഒന്ന് വരച്ചെടുക്കണം. വരച്ചെടുക്കാനുള്ള ഒരു ഇതിലാണ് കഷ്ടപ്പെട്ടൊക്കെ വരച്ചൊക്കെ എടുക്കുന്നുണ്ട് ഒരു റൗണ്ട് ഞാൻ. അങ്ങനെ ആ റൗണ്ടൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ റൗണ്ടിൻ്റെ മേളിൽ കൂടി ഒരു നല്ലോണം ഒന്ന് ഡാർക്ക് ആക്കണം. അതിൻ്റെ മേളിൽ കൂടി ഒരു റൗണ്ടും കൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ റൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ എനിക്ക് കമ്മലുണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടൊന്നും അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെയ്യാം. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല നല്ലപോലെ വരുന്നോന്നോ ഇല്ലയോ എന്നോ, പക്ഷേ നമ്മൾ ഒരു വിധത്തിൽ അങ്ങനെയൊക്കെ റൗണ്ടൊക്കെ ഇങ്ങനെ വരച്ച് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കാം. അതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു ഡിസൈൻ ആയിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് നമുക്ക് റൗണ്ടൊക്കെ വരച്ചിങ്ങനെ എടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ബ്ലൂ തേച്ച് കൊടുക്കാം. നമ്മുടെ പശ എടുത്ത് റൗണ്ടിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം. റൗണ്ടിൽ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോൺ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ മേളിൽ കൂടെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ റൗണ്ടിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ട് അതിലോട്ട് ആ സ്റ്റോൺ പിടിച്ചങ്ങ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ എനിക്കിത് ഉണ്ടാക്കാൻ കറക്റ്റായിട്ടൊന്നും അറിയില്ല. പിന്നെ ഞാനത് ഒരു വിധത്തിൽ അതിനെ തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങുന്നതിനൊന്ന് നമുക്ക് ഒട്ടിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്കത് ഉണങ്ങിപ്പോവും, പിന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് കയ്യിൽ ഗമ്മാവാതിരിക്കാനും പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സുനായി നമുക്ക് തന്നിട്ടുണ്ട്. ആ സുന വെച്ച് വേണം നമുക്കിത് ഒട്ടിക്കാൻ. പക്ഷെ ആ സുന വെച്ചിട്ടൊന്നും ഇത് വരുന്നില്ല. പിന്നെ കൈയൊക്കെ വെച്ച് പിടിച്ച് വലിച്ചൊക്കെ പിന്നെ ഇത് നമുക്ക് ഒട്ടിക്കേണ്ട രീതിയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കിടന്നിട്ട്. പിന്നെ അതെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ റൗണ്ടാക്കി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് റൗണ്ട് വരുമല്ലോ എന്നറിയില്ല, പക്ഷെ ഒരു വിധത്തിൽ നമ്മൾ റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഒരു റൗണ്ടിലെത്തിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളെന്തൊക്കെ ചെയ്യണമെന്ന് ഈ വെയിൽ ടൈമിൽ. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഒട്ടിച്ചല്ലേ ഇനി അടുത്ത ഡിസൈൻ ഉണ്ടാക്കണം. അപ്പോൾ അടുത്ത ഡിസൈൻ ഉണ്ടാക്കാനുള്ള മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ അങ്ങനെ റൗണ്ട് ഒട്ടിച്ച് നമ്മൾ കുന്തൽ സ്റ്റോൺ എടുത്തു ഇങ്ങനെ ഒട്ടിച്ചു. അതിങ്ങനെ ഒട്ടിച്ച് എന്താണ്ടൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ അത് ഒട്ടിച്ച് ഒരു വിധത്തിൽ എന്താ പറയുക, ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇത് ഒട്ടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നല്ലൊരു രസമുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചിട്ട് എൻ്റെ കയ്യിലാണിത് കൂടുതൽ ഒട്ടിയത് പശ. അതിലൊട്ടുന്നുണ്ടോ ഇല്ലേ, പക്ഷേ എൻ്റെ കയ്യിൽ കുറേ പശ ഒട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ റെഡിയാക്കി. നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനെ നമ്മൾ ഇനി ഇത് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വെട്ടിയെടുത്ത് കേട്ടോ. ഇനി ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡ് ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. സ്റ്റഡിന് വേണ്ടി നമ്മൾ പശ എടുത്ത് ഒട്ടിച്ചെന്നല്ല, പശ എടുത്ത് അതിൽ തേക്കണം. തേച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റൗണ്ടിലങ്ങ് തേക്കാമെന്നങ്ങ് വിചാരിച്ച് അങ്ങനെ റൗണ്ടിലങ്ങ് തേക്കാൻ പോവാട്ടോ. റൗണ്ടിലങ്ങോട്ട് തേച്ച് വെച്ചിട്ട് ഇനി നമുക്ക് കുന്തൽ സ്റ്റോണിൻ്റെ തന്നെ ചെറിയ റൗണ്ടിൻ്റെ ഇതുണ്ട്, അത് ഒട്ടിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പൂവ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ പൂവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മളിത് അടുത്ത നമ്മുടെ കുന്തൽ സ്റ്റോണൊക്കെ എടുത്ത് ഒട്ടിച്ച് ആദ്യം ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി. ഫ്ലവർ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കിയത്, പക്ഷേ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഈ കുറേ പേരുണ്ടാക്കിയ വീഡിയോനകത്തും പിന്നെ പഴയ കാലത്ത് അമ്മൂമ്മമാരിടുന്ന കമ്മലുണ്ടല്ലോ, വട്ടക്കമ്മൽ, അതുപോലത്തെ ഒരു ഫീല് തോന്നി കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ വിചാരിച്ച എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഇതൊക്കെ എങ്ങനെയാണ്ടൊക്കെ പിടിച്ച് വെച്ച് ഒട്ടിച്ച് കേട്ടോ. പക്ഷേ ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒട്ടിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിലാണ് പശ ഒട്ടുന്നത്. ആ ഷീറ്റിനകത്തുള്ള പശയെക്കാട്ടിൽ എൻ്റെ കയ്യിലുള്ള പശയ്ക്കാണ് കൂടുതൽ. പിന്നെ നമ്മളിവിടെ കുരുവിളൊക്കെ കത്തുന്ന സൗണ്ട് കരയുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ തമിഴ്നാട്ടിൽ വന്നോണ്ടേ മലയാളത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ. അത് വിചാരിച്ച് ഞാൻ തമിഴത്തിയാണെന്നൊന്നും വിചാരിക്കാതെ ഞാൻ മലയാളി തന്നെ. പിന്നെ നമ്മളിങ്ങനെ ആ പൂവൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെട്ടി എടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇതൊക്കെ വെട്ടിയെടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം അങ്ങനെ നമ്മൾ ഫ്ലവറൊക്കെ എങ്ങനെയായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ അങ്ങനെ വന്ന്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പാർട്ട് എന്തോന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്കിത് ഇനി വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം.
നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അത് വെട്ടിയെടുത്ത് കറക്റ്റായിട്ട് ലെവലിൽ വെട്ടിയെടുത്ത് പിന്നെ ഇതിലൊരു അപ്ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഫ്ലവർ, ആ പൂവ് വന്നിട്ട് ഞാൻ പിന്നെ തലതിരിച്ചങ്ങ് മാറ്റി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മൂമ്മയുടെ ഒരു ലുക്ക് കൊണ്ടുവന്ന് പിന്നെ അതങ്ങ് മാറ്റി. ഇപ്പോൾ കാണാൻ നല്ല ലുക്കല്ലേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിലോട്ട് ഒരു അലങ്കാര പണികളൊക്കെ വേണ്ടേ. കമ്മലാകുമ്പോൾ ചെറിയ അലങ്കാര പണികളൊക്കെ ഉണ്ടെങ്കിലല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം നമ്മൾ പർപ്പിൾ കളറിലുള്ള ഒരു നമ്മുടെ മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള മുത്താണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ മഴത്തുള്ളിയുടെ ഷേപ്പ് എന്നൊക്കെ പറയണത് എനിക്ക് ഈ മുത്തിൻ്റെ പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുത്തിനകത്തോട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തിലോട്ട് നമുക്ക് ആവശ്യമുള്ള ചെറിയ ഈ മുത്തുമണി പോലത്തെ വെള്ള മുത്തുകളുണ്ടല്ലോ, കമ്മലിലും മാലയിലൊക്കെ കാണാം, താഴെ ഇങ്ങനെ ചെറുതായിട്ട് ജിമിക്കിലൊക്കെ ചിലതിലൊക്കെ വരും. ആ സാധനം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സാധനം പിന്നെ നമുക്ക് കമ്പിയൊക്കെ വേണം. ആ കമ്പിയൊക്കെ വെച്ച് നമുക്കിത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയായി സെറ്റാക്കി എടുക്കുന്നതെന്നൊക്കെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ കളറില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. വേറെ കളറില്ലെന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറിൽ വേറെ കളറില്ല. പിന്നെ ഉള്ളത് വലിയതാണ്. ആ വലിയ ആനക്കാട്ടം വെച്ചിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഈ കമ്മലിൽ വയ്ക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇതെടുക്കാമെന്നങ്ങ് പ്രതീക്ഷിച്ചു. പിന്നെ ഇത് മാച്ചാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഒന്നൊന്നായിട്ട് ഇത് കോർക്കാൻ തുടങ്ങി. അങ്ങനെ അത് കോർത്ത് പിടിച്ചൊക്കെ ഇടുന്ന ഒരു സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ കമ്മലുണ്ടാക്കാൻ വേണ്ടി കുത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കോർത്ത് എടുക്കുകയൊക്കെ ചെയ്ത് ഏതാണ്ടൊക്കെ ഒന്ന് സംഘടിപ്പിച്ചെന്നല്ല, ഏതാണ്ടൊക്കെ ഒന്ന് ഒത്ത് വന്നെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഇത് ഇങ്ങനെ വെക്കണമെന്നൊരു പിടുത്തമില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങനെ വയ്ക്കാം, അല്ല വേണ്ട നമുക്ക് പിന്നെ ഇങ്ങനെ വയ്ക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടേ അതൊന്ന് മാറ്റിപ്പിടിച്ചു. പിന്നെ എന്നിട്ടേ ആ മുത്തൊന്ന് തുള്ളിപ്പോയായിരുന്നു കേട്ടോ. അത് കാരണം കേട്ടോ താഴെ കൈ പോയത്. എന്നിട്ട് ഇത്രയും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, 9 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം കേട്ടോ. അപ്പം അങ്ങനെ ഈ മുത്തുകൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാവോ എന്ന് നിങ്ങൾ വേണം പറയാം. ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേ. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളൊന്ന് പറയണേ. ഞാൻ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് ഒറ്റാക്കി ഇനി കമ്മൽ ജോയിൻ്റ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ നമുക്ക് ഇടാൻ പറ്റൂ. ഇത് മാത്രം വെച്ചിട്ട് എങ്ങനെ ഇടാനാ? അപ്പം അങ്ങനെ കമ്മൽ ജോയിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇനി നമുക്ക് അതിലോട്ട് ആ സ്റ്റഡ് ഒട്ടിക്കണം. സ്റ്റഡ് നമ്മൾ ഒട്ടിക്കാനുള്ള ജോലിയിലാണിപ്പം. അപ്പം അതിന് മുട്ട് നമുക്ക് അതിനാവശ്യമുള്ള കമ്പി മതിയല്ല, കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഇറക്കം വേണ്ട. അപ്പം നമ്മളത് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടിയൊക്കെ മാറ്റി നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് പൂവെടുത്ത് അതിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഗമ്മ് തേക്കുക എന്നുള്ള ഒരു ചടങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പറയണത് മുമ്പ് ചെയ്തിട്ടുണ്ടായതുകൊണ്ടല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മളോട് മിണ്ടിയും പറഞ്ഞിരുന്നാലേ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ടാണ് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണത്. പിന്നെ എന്നിട്ടിത് നേരെ നമ്മുടെ കമ്മലിൻ്റെ ഇതെടുക്കുക, സ്റ്റഡ് എടുക്കുക. സ്റ്റഡ് റെഡിയാക്കുന്നതിന് മുമ്പ് സ്റ്റഡിലോട്ട് ഗമ്മ് തേക്കണ്ടേ. ഗമ്മ് തേച്ചിട്ട് അതിലോട്ട് ആ നമ്മൾ വെച്ച കമ്പി ഉണ്ടല്ലോ, ആ കമ്പി കറക്റ്റായിട്ട് അതിലോട്ട് വയ്ക്കുക. അതൊന്ന് ഒട്ടിപ്പിച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് കമ്മലിടാൻ വേണ്ടിയിട്ടൊരു സുന വേണം. ആ സുന നമ്മൾ തേടി പിടിച്ചെടുത്ത്, ആ സുനയുടെ പേരൊന്നും എനിക്കറിയില്ല. കമ്മലിടാനുള്ള സാധനം അത് നമ്മളങ്ങ് എടുത്ത് ഇതിലോട്ട് ഒട്ടിക്കണം. എന്നിട്ട് പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്മൽ റെഡിയായോ ഇല്ലയോ എന്നൊന്ന് കുറച്ച് നേരം വെച്ചൊന്ന് നമുക്ക് നോക്കണം. അപ്പം നമ്മൾ സൂനൊക്കെ കണ്ടുപിടിച്ചൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ സൂനൊക്കെ നമ്മൾ എടുത്തിട്ട് അതിലോട്ട് വെച്ച് ഒട്ടിക്കാൻ പോകണം കേട്ടോ. കുറേയൊക്കെ താഴെ പോയി എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്പം അത് ചെയ്തിട്ട് പിന്നെ നമുക്കത് നോക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. കമ്മൽ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയണേ ഗായ്സ്. ഈ കമ്മൽ കണ്ടിട്ട് സൂപ്പറാണോ അല്ലയോ എന്നൊക്കെ കമൻറ്റിൽ പറയണം. പിന്നെ എനിക്ക് സബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, ലവ് യു ഗായ്സ്.